കർത്താവെ, അരുളിച്ചെയ്താലും അടിയങ്ങൾ കേൾക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങയ്ക്ക് ഒരു പദ്ധതി ഉണ്ടെന്നറിയാം. പക്ഷേ അവിടുത്തെ നിശബ്ദത അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ മറന്നുപോയി, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള തോന്നലും നിരാശയുമൊക്കെ അതുണ്ടാക്കുന്നു. മകനെ, എൻ്റെ നിശബ്ദതയിലും ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുന്നുണ്ട്. പരിപൂർണത ആഗ്രഹിക്കുന്ന മനസ്സാണ് എൻ്റെ മക്കളുടേത്. എന്നാൽ എല്ലാ കാര്യത്തിലും പരിപൂർണത ആഗ്രഹിക്കാൻ പറ്റാത്ത പാപലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പാപം കാലതാമസമുണ്ടാക്കും. എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരവും രോഗശാന്തിയും സുരക്ഷിതത്വമൊക്കെയാണ് മക്കൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ മക്കളെ, നിങ്ങളുടെ സമയക്രമം അനുസരിച്ചല്ല, എൻ്റെ സമയത്തിലും കാലത്തികവിലുമായിരിക്കും ഞാൻ മറുപടി നൽകുക. കാത്തിരിപ്പ് വിരസമാണെങ്കിലും അത് വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു എന്ന സത്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തെ അത് പരിപോഷിപ്പിക്കും, നിങ്ങളുടെ പ്രത്യാശയെ സജീവമാക്കും. മറുപടിക്കായി കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ഹൃദയത്തെ എന്നിലേക്ക് അടുപ്പിക്കും. അനുകൂല മറുപടിക്കായി നീ കാത്തിരിക്കുമ്പോൾ കുഞ്ഞെ, ഞാൻ നിഷ്ക്രിയനല്ല. വിളവെടുപ്പിന് മുമ്പ് മണ്ണിനെ പരിപോഷിപ്പിക്കുന്ന ഒരു തോട്ടക്കാരനെ പോലെ നിനക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത അനുഗ്രഹത്തിനു വേണ്ടി ഞാൻ നിന്നെ ഒരുക്കുകയാണ്. ഞാൻ നൽകുന്ന അനുഗ്രഹം വിനയത്തോടും കാര്യക്ഷമതയോടും സ്വീകരിക്കുവാൻ വേണ്ടി നിന്റെ ആത്മാവിനെ ഞാൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ കാലതാമസത്തെ ഒരിക്കലും ഭയപ്പെടരുത്. ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും മറക്കില്ല. അവരുടെ ആവശ്യങ്ങൾ വൈകാതെ യഥാസമയം ഞാൻ നടത്തിയിരിക്കും. എൻ്റെ നിശബ്ദത എൻ്റെ അസാന്നിധ്യമല്ല. എന്നിലുള്ള ആശ്രയം വർദ്ധിച്ചു വരുവാൻ അനുകൂല കാലമാണ് എൻ്റെ മൗനം. പക്ഷേ കർത്താവെ, കാത്തിരിപ്പിനിടയിൽ മടുപ്പും നിരാശയുമൊക്കെ തോന്നിയാലോ? അങ്ങയിലുള്ള പ്രത്യാശയിൽ നിന്നും പിന്മാറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. മനസ്സ് ബലഹീനമായ ജഡത്തിൻ്റെ പ്രലോഭനത്തിൽ പെടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടെന്താണ് കാര്യം, കാത്തിരുന്നിട്ടെന്താണ് പ്രയോജനം എന്നൊക്കെ തോന്നിപ്പോകും. മടുപ്പും നിരാശയും തോന്നുമ്പോൾ മക്കൾ എൻ്റെ വാഗ്ദത്തങ്ങളിൽ മനസ്സിൻ്റെ നങ്കൂരം ഉറപ്പിക്കണം. അപ്പോൾ നിരാശയിലേക്ക് നിങ്ങൾ വഴിതെറ്റിപ്പോവില്ല. നിങ്ങളുടെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമാകുന്നത്. കാത്തിരിപ്പ് തീർച്ചയായും വിരസമാണ്. മക്കളുടെ ശക്തിയിലല്ല, എൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് കാത്തിരിക്കുവാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ
സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുവാൻ വേണ്ടി എൻ്റെ കൃപയുടെ തണലിൽ കാത്തിരിക്കണം. വിതയ്ക്കപ്പെടുന്ന ഓരോ വിത്തും മുളയ്ക്കുവാൻ കുറച്ചു കാലം മണ്ണിനടിയിൽ കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിലൂടെയല്ല, എന്നിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിനുമുള്ള കാത്തിരിപ്പിലൂടെയാണ് നിങ്ങളുടെ മുന്നേറ്റം സാധ്യമാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, കാത്തിരിപ്പ് ജീവിതയാത്രയിലെ ഒരു ഇടവേള മാത്രമല്ല, അത് യാത്രയുടെ ഭാഗമാണ്. കാത്തിരിപ്പിൻ്റെ സമയങ്ങളിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും മനോഭാവങ്ങളുമൊക്കെ ശുദ്ധീകരിക്കപ്പെടും. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ശക്തമാകും. നമ്മുടെ സ്വഭാവത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവം നമുക്ക് നൽകുവാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കായി നമ്മെ ഒരുക്കുവാനും അനുഗ്രഹങ്ങളുടെ കാലത്തികവ് പൂർത്തിയാക്കുവാനും കാലതാമസം ആവശ്യമാണ്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്തായിരിക്കാം ദൈവം വലിയ കാര്യങ്ങൾ നമ്മിൽ പ്രവർത്തിക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മെ ശുദ്ധീകരിക്കുവാനും നവീകരിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മിൽ അനുദിനം അനുനിമിഷം പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യെശയ്യാപ്രവചനം 40-ാം-31 എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ തിരുവചനത്താൽ ദൈവം നമുക്ക് പ്രത്യാശയും ആത്മീയ മുന്നേറ്റവും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.